ആൻഡ് വെൽക്കം ടു മാർക്കറ്റ് സ്ട്രക്ചർ ബൈ PK. നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ടുഡേസ് ടോപ്പിക് ഈസ് ക്യാൻഡിൽസ്. ചാർട്ട് അനാലിസിസിൻ്റെ ലൈഫ് ലൈൻ ആണ് ക്യാൻഡിൽസ്. ഈച്ച് ക്യാൻഡിൽസ് ഹാസ് ഡിഫറെൻറ്റ് സ്റ്റോറീസ് ടു ടെൽ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ലൈഫ് ലൈൻസ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ്. വെൻ യു സീ എ ക്യാൻഡിൽ നോർമലി ഇറ്റ്സ് ഐദർ ഗ്രീൻ ഓർ റെഡ് അല്ലേ? സോ ഇതാണ് നമ്മൾ നോർമലി കാണുന്ന ചാർട്ട് അല്ലേ. ഇനി നമുക്ക് ഇതിലെ ഓരോ ക്യാൻഡിൽസ് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നും അതിൻ്റെ ഓരോ പാർട്സ് എന്താണെന്നും നമുക്ക് ആദ്യം പഠിക്കാം. ഈ ക്യാൻഡിൽ കുഞ്ഞാപ്പിമാർ കാണുന്ന പോലെ അല്ല കേട്ടോ, ഭീകരന്മാരാണേ. സോ ലെറ്റ്സ് ഇമാജിൻ പ്രൈസ് ഓപ്പൺസ് അറ്റ് എ പോയിന്റ്. ആ ഓപ്പൺ ആയ പോയിന്റിൽ നിന്ന് ഒരു 2-3 പോയിന്റ്സ് താഴോട്ട് വന്നു എന്ന് വിചാരിക്കുക. എഗെയിൻ ഒരു ലോ ഫോം ചെയ്ത ശേഷം പ്രൈസ് 6-7 പോയിന്റ്സ് അപ്പ് സൈഡിലോട്ട് പോയി. Then after making a high, price comes down to 2-3 points and closes below the high. Then we get a candle കുട്ടപ്പൻ. ഇപ്പോൾ പറഞ്ഞത് ഗ്രീൻ കളർ ക്യാൻഡിലാണ്. ഇനി റെഡ് കളർ ക്യാൻഡിലിനും വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഗ്രീൻ കളർ ക്യാൻഡിലിൽ പ്രൈസ് ഓപ്പൺ ആയ ശേഷം മേലോട്ട് പോയി ക്ലോസ് ആവും. അതായത് പ്രൈസ് ക്ലോസ് ചെയ്യുന്നത് ഹയർ പോയിന്റിലായിരിക്കും. ഇനി റെഡ് കളർ ക്യാൻഡിലാണെങ്കിൽ പ്രൈസ് ഓപ്പൺ ആയ ശേഷം താഴോട്ട് വന്ന് ലോവർ പോയിന്റിൽ ക്ലോസ് ചെയ്യും. ഗ്രീൻ കളർ ക്യാൻഡിലിനെ ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയും നോർമലി. റെഡ് കളർ ക്യാൻഡിലിനെ ബെയറിഷ് ക്യാൻഡിൽ എന്ന് പറയും. ഈ ക്യാൻഡിൽ ഫോർമേഷൻ ഡിഫറെൻറ്റ് ടൈം ഫ്രെയിംസിലാണ് നടക്കുക. 5 minutes, 15 minutes, ഹവർലി, ഡെയിലി, വീക്ക്ലി, ഇയർലി ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമേ. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ട്രേഡ് എടുക്കാൻ കൺസിഡർ ചെയ്യുന്നത് 15 minutes ആണെങ്കിൽ നിങ്ങൾ എക്സിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും അതായത് സെൽ ചെയ്യാൻ നോക്കുന്നതും അതേ ടൈം ഫ്രെയിം കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം. മറ്റേ ടൈം ഫ്രെയിംസ് ചെക്ക് ചെയ്യേണ്ടെന്നല്ല, ബട്ട് കൺസിഡർ ചെയ്യേണ്ടത് സെല്ലിനും ബൈനും സെയിം ടൈം ഫ്രെയിം ആയിരിക്കണം. ഈ ക്യാൻഡിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഒരു പാവാണ്, പക്ഷേ ഇതിനെ ഭീകരനാക്കുന്നത് ഇതിൻ്റെ അടുത്ത ക്യാൻഡിൽ ഫോർമേഷനാണ്. ഇതിൻ്റെ അടുത്തൊരാൾ വരുമ്പോൾ ഇതിൻ്റെ ക്യാരക്ടർ ചേഞ്ച് ആവും, അതൊരു ഭീകരനായി മാറും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ഹോൾ ഗ്രീൻ ഓർ റെഡ് ബോഡി ക്യാൻഡിൽ വിത്തൗട്ട് ഷാഡോ ആണെങ്കിൽ അത് നല്ല ബുള്ളിഷ് ആയിരിക്കുമേ. ഓരോ ഷേപ്സിനും ഓരോ മീനിങ് ഉണ്ട്. നമുക്കിനി അത് ഓരോന്നായി നോക്കാം. ഈ സെൻട്രലിൽ കാണുന്ന ന്യൂട്രൽ എന്നില്ലേ, അത് മാത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പേര് ഡോജി എന്നാണ്. അതായത് ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പോയിന്റിൽ നിന്ന് ബെയർസ് പ്രൈസിനെ താഴോട്ട് വലിക്കാൻ നോക്കി, ബുൾസ് മേലോട്ട് വലിക്കാൻ നോക്കി. അങ്ങനെ രണ്ടുപേരുടെയും സ്ട്രെങ്ത് ഈക്വൽ ആയതുകൊണ്ട് നമ്മുടെ എവിടെയാണോ ഓപ്പൺ ആയേ അതേ പൊസിഷനിൽ ക്ലോസ് ആയി എന്ന് വെക്കുക ക്യാൻഡിൽ. അപ്പോൾ നമുക്ക് ഒരു ന്യൂട്രൽ ക്യാൻഡിൽ ഫോം ആവും. അതായത് ബേസിനും ബുൾസിനും ഈക്വൽ സ്ട്രെങ്ത് ആയിട്ടുള്ളൊരു ക്യാൻഡിൽ. സോ ഡോജിയുടെ നെക്സ്റ്റ് ക്യാൻഡിൽ ഡോജിയുടെ ഹൈയിനെ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അത് ബുള്ളിഷ് ആയിരിക്കും. ലോവിനെ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അത് ബെയറിഷ് മൂവ് ആയിരിക്കും. സോ അത് അക്കോർഡിംഗ് ആയിട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. നെക്സ്റ്റ് ഹാമർ ആണ്. ബുൾസിന് അപ്പർ ഹാൻഡുള്ള ക്യാൻഡിലാണ്. വൺസ് അതിൻ്റെ ഹൈ ബ്രേക്ക് ആയെന്ന് വെച്ചാൽ നമുക്ക് എൻട്രി എടുക്കാം. ക്യാൻഡിലിൻ്റെ ലോ ആയിരിക്കണം സ്റ്റോപ്പ് ലോസ്. മീൻസ് ഒരു 4-5 റെഡ് ക്യാൻഡിൽ ഉണ്ടെന്ന് വെക്കുക, അതായത് ട്രെൻഡ് ബെയറിഷ് ആണെന്ന് വെക്കുക. അടുത്തത് ഒരു ഹാമർ ഫോം ആയി എന്ന് വെച്ചാൽ ആ ഹാമറിൻ്റെ ലോ സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ചിട്ട് ഹൈ ബ്രേക്ക് ആവുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. നോർമലി ഇതൊരു ട്രെൻഡ് റിവേഴ്സലായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അടുത്തത് ഹാമറിന് ശേഷം വരുന്നത് ബുള്ളിഷ് ട്രെൻഡ് ആയിരിക്കും. നെക്സ്റ്റ് ഈസ് ഷൂട്ടിംഗ് സ്റ്റാർ. സെയിം ഹാമർ പോലെ തന്നെയാണ് ഷേപ്പൊക്കെ, ബട്ട് അത് എപ്പോഴും ബെയറിഷ് റിവേഴ്സൽ ആയിരിക്കും. ലൈക്ക് ഹാമർ എപ്പോഴും ട്രെൻഡിൻ്റെ ലാസ്റ്റ് വരുന്ന പോലെ ഇത് ഷൂട്ടിംഗ് സ്റ്റാർ ഒരു ബുള്ളിഷ് ട്രെൻഡിൻ്റെ ടോപ്പിൽ ഫോം ആവും. ആൻഡ് അടുത്തത് ട്രെൻഡ് റിവേഴ്സൽ ആയിരിക്കും. നമുക്ക് ബുള്ളിഷ് ട്രെൻഡ് പോയിട്ട് ബെയറിഷ് ട്രെൻഡിലോട്ട് ചേഞ്ച് ആവുന്നത് കാണാം. സോ സെയിം ഷൂട്ടിംഗ് സ്റ്റാറിൻ്റെ ഹൈയിനെ നമ്മൾ എപ്പോഴും സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ചിട്ട് ലോയിൽ നമ്മൾ എൻട്രി എടുക്കും. നെക്സ്റ്റ് ബുള്ളിഷ് എൻഗൾഫിംഗ്. നെയിം പോലെ തന്നെ ഒരു സ്മോൾ ബെയറിഷ് ക്യാൻഡിലിനെ ഒരു ഗ്രീൻ ക്യാൻഡിൽ എൻഗൾഫ് ചെയ്യുകയാണെങ്കിൽ, വിഴുങ്ങുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ബുള്ളിഷ് എൻഗൾഫിംഗ്. ഓക്കെ, സോ നമ്മൾ ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലിൻ്റെ ലോവിനെ SL ആക്കി വെച്ചിട്ട് സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ചിട്ട് അടുത്ത ക്യാൻഡിൽ അതിൻ്റെ ഹൈനെ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എടുക്കും. എന്നിട്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്നവരെ നമുക്കത് റൈഡ് ചെയ്യാം, ടാർഗറ്റ് എത്തുന്നവരെ. മെയിൻ തിങ് ഈസ് ബുള്ളിഷ് എൻഗൾഫിംഗ് എപ്പോഴും ഡൗൺ ട്രെൻഡിലിരിക്കുന്ന ഒരു ക്യാൻഡിലാണ് ഫോം ആവുക. അതായത് ഒരു 4-5 ക്യാൻഡിൽ റെഡ് ക്യാൻഡിലാണെങ്കിൽ അതിൻ്റെ അടുത്തത് ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ ഫോം ആവുകയാണെങ്കിൽ അത് റിവേഴ്സൽ ക്യാൻഡിലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലിൻ്റെ എക്സാമ്പിൾ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് നോക്കിയാൽ വേഗം മനസ്സിലാവും. നെക്സ്റ്റ് ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലാണ്.
ട്രെൻഡ് ബുള്ളിഷ് ആണെന്ന് ഇമാജിൻ ചെയ്യാം. നമ്മുടെ നെക്സ്റ്റ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നത് ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലാണെന്ന് വെക്കുക. അതായത് ഒരു റെഡ് വലിയ ക്യാൻഡിലാണെന്ന് വെക്കുക. നമ്മളപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ ഹൈയിനെ സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ചിട്ട് ഇതിൻ്റെ ലോ ബ്രേക്ക് ആവുമ്പോൾ എൻട്രി എടുക്കും. എൻഗൾഫിംഗ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ആയാൽ നമ്മൾ ട്രെൻഡ് റിവേഴ്സലായി കൺസിഡർ ചെയ്യും. നെക്സ്റ്റ് ബിയറിഷ് ട്രെൻഡിൽ നമുക്ക് റൈഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് ബിയറിഷ് എൻഗൾഫിങ്ങും ബുള്ളിഷ് എൻഗൾഫിങ്ങും എൻട്രിയും സ്റ്റോപ്പ് ലോസും എടുക്കുന്നത്. നമ്മളപ്പോൾ 5 ടൈപ്സ് ഓഫ് ക്യാൻഡിലിനെ കുറിച്ച് പഠിച്ചു. ഇതാണ് പാർട്ട് 1 ഓഫ് കാൻഡിൽ സ്റ്റിക്സ്. നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി ക്യാൻഡിൽസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ട്രേഡിംഗ്. ദിസ് ഇസ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് ബൈ PK. See you all with a new learning video. Signing off, PK.